പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്നേഹ അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. സൂര്യയെയാണ് അവൾ സ്നേഹിക്കുന്നത്. ആ വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മനുവും ശ്രമിക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് സ്നേഹയ്ക്ക്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ വേണുഗോപാലും ചിത്രയും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാകുമോ മുതലായ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ള കാര്യം അറിയിക്കുന്ന സ്നേഹ അതിനുശേഷമാകാം എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയും നീ അവൻ്റെ അടുത്ത് പോകാതിരിക്കുന്നത് ശരിയല്ല എന്നും നിനക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ആരും ഉണ്ടാകുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഞാനായിരുന്നുവെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയേനെ എന്ന് വ്യക്തമാക്കുകയാണ് ദിവ്യ. പക്ഷേ ഇതിനെല്ലാം ഇനി എങ്ങനെയാകും അവസാനിക്കുക എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതിനിടയിൽ പെണ്ണ് കാണുന്നതിന് വേണ്ടി തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ള കാര്യം സൂര്യ അറിയിച്ചതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയും ചെയ്യുന്നു അഞ്ജലി. ഈ കാര്യം അപ്രതീക്ഷിതമായി പ്രഭ അറിയാനിടയാകുന്നത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ്. ഇതേ തുടർന്ന് സൂര്യയും തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് പെണ്ണു കാണുന്നതിനായി വരുമ്പോഴാണ് വിവാഹം അഞ്ജലിയുടെ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന സൂര്യ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് സൂര്യയോട് സത്യങ്ങൾ ഞാൻ പറയാമെന്നും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നതിനായി കുറച്ച് സമയം വേണമെന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി സൂര്യയെ മാറ്റി നിർത്തി സംസാരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ സൂര്യയുടെ അമ്മയാകട്ടെ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെയാണോ നീ പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുകയും ഇങ്ങനെയൊരു വിവാഹത്തിന് സമ്മതം നൽകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതിന് തയ്യാറായത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സൂര്യ എനിക്ക് കുറച്ച് സമയം തരാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്ന് അഞ്ജലിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ സൂര്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ സൂര്യയോട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എന്നെയല്ല മറിച്ച് സ്നേഹയെയാണ് തൻ്റെ ഭർത്താവായ മനു പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിവാഹബന്ധം പിരിയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എന്നെ സ്വീകരിക്കുന്നതിനായി നീ തയ്യാറാകണം. നീ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് എന്ന് അഞ്ജലി സൂര്യയോട് പറയുന്നു. ഇതേ സമയം അവിടേക്ക് കടന്നു വരികയാണ് മനുവും പറയുകയാണ്, അഞ്ജലി നിൻ്റേതു മാത്രമാണ്. അഞ്ജലിയുടെ മനസ്സിൽ എനിക്ക് ഒരു ഇടം വാങ്ങുന്നതിനായി ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ നിൽക്കാനും ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന സൂര്യയുടെ അമ്മ എന്ത് ഭ്രാന്താണ് നിങ്ങളെല്ലാവരും കൂടി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ഇതൊന്നും ശരിയായ കാര്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന സൂര്യയുടെ അമ്മ അതുകൊണ്ട് തന്നെ എൻ്റെ മകന് ഈ ഒരു വിവാഹം വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. സൂര്യ ഇനി എൻ്റെ വാക്ക് കേൾക്കാതെ വിവാഹത്തിന് തയ്യാറാവുകയാണ് എങ്കിൽ എൻ്റെ മൃതദേഹം നീ തന്നെ കാണേണ്ടി വരുമെന്നും ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതോടെ സൂര്യ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പകച്ചുപോയിരിക്കുകയാണ്. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഒരിക്കലും തനിക്ക് നേരിടേണ്ടതായി വരുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് സൂര്യ സമ്മതിച്ചിരിക്കുകയാണ്. നിന്നെ ഇത്രയും നാൾ ഫോൺ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ രഹസ്യം നീ മറച്ചു വെച്ചത് എന്ന് ഇതേ തുടർന്ന് സൂര്യ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അഞ്ജലി
നിന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ നേരിട്ട് പറയുമ്പോൾ നീയെല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് വ്യക്തമാക്കുകയാണ് സൂര്യ. നീ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ ഒരുപക്ഷേ പഴയ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് സൂര്യ. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു അഞ്ജലി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.